സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചെടുക്കുന്ന മാന്ത്രിക കൂട്ടാണ് പുതുമ. പുതുമയ്ക്കാണ് എല്ലാ മേഖലകളിലും മാർക്കറ്റ്. ഏറ്റവും കൂടുതൽ പുതുമകൾ, പരീക്ഷണങ്ങൾ നടക്കുന്ന ആഘോഷവേദികളാണ് വിവാഹ ആഘോഷങ്ങൾ. ആ വിവാഹ ആഘോഷ സ്ഥലത്തേക്ക് ഒന്നുകൂടി കടന്നു വരികയാണ് ഒറിജിനൽ വെഡ്ഡിംഗ് സോങ് എന്ന കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് ക്രയോൺസ് വെഡ്ഡിംഗ് കമ്പനിയാണ്. കിടപിടിക്കുന്ന ദൃശ്യസമ്പന്നമായ ചിത്രീകരണങ്ങൾ വിവാഹ വീഡിയോകളിലും സേവ് ദ ഡേറ്റ് വീഡിയോകളിലും പ്രത്യക്ഷപ്പെടുന്ന കാലമാണ്. അതിൽ ഉൾപ്പെടുന്ന വധൂവരന്മാരുടെ കലാപ്രകടനങ്ങൾ പലപ്പോഴും വൈറലാകാറുണ്ട്. സ്വതന്ത്ര ചിത്രീകരണം നടത്തി ദൃശ്യങ്ങൾ ഗംഭീരമാക്കാറുണ്ടെങ്കിലും തനതായ ഒരു സംഗീത വിഭാഗം ഈ മേഖലയിലേക്ക് കടന്നു വന്നിരുന്നില്ല. സിനിമാ പാട്ടുകൾ, ഇൻസ്ട്രുമെൻ്റൽ സോങ്സ്, ആൽബങ്ങളിലെ പാട്ടുകൾ എന്നിവയാണ് വിവാഹ വീഡിയോകളിലും ഫോട്ടോകളിലും പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ചിരുന്നത്. അവിടെ വധൂവരന്മാർക്കായി ഒരു എക്സ്ക്ലൂസീവ് മ്യൂസിക് സ്റ്റോറി എന്ന ആശയം ക്രയോൺസ് മാനേജിംഗ് ഡയറക്ടറായ കലേഷിൻ്റേതാണ്. അപ്പോൾ സാധാരണ എല്ലാ വെഡ്ഡിങ്ങുകളും ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താ പറയുക, സിനിമ പാട്ട്, ആൽബത്തിൻ്റെ സോങ്, ഇപ്പോൾ ഞാനടക്കം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇത്രയും വർഷം. അപ്പോൾ അതിലെനിക്കൊരു പുതുമ കൊണ്ടുവരണമെന്ന് എനിക്കിങ്ങനെ തോന്നി. ഞാൻ തിങ്ക് ചെയ്തു. അപ്പോൾ അത് കുറച്ച് നാളത്തെ ഒരു തിങ്കിങ് ആണ്. ഞാനത് ആരുടെ പറഞ്ഞില്ല, ഇങ്ങനെ മനസ്സിൽ വെച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് അതിന് പറ്റിയൊരു ബ്രൈഡിനെ കിട്ടി. ബ്രൈഡും ഗ്രൂമും വന്നു. ഞാൻ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചു. അത് തന്നെയാണ് എല്ലാ കപ്പിൾസിൻ്റെ ഇപ്പോൾ ഉള്ള ഡൗട്ട്, ഇപ്പോൾ ഓൾറെഡി എല്ലാവരുടെയും. അപ്പോൾ ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഇങ്ങനെ പോവും. അപ്പൊ നമ്മള് ബേസിക്കലി നമ്മളിപ്പോ പോയതെന്ന് വെച്ചാല് ചേട്ടന്റെ ഫാമിലി ഉണ്ടായിരുന്നു, എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോലെ ആയിട്ടാ പോയിട്ട് വന്നത്. അപ്പൊ തന്നെ അവരുടെ ഒപ്പം, ഇപ്പൊ ക്രയോൺസിന്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി. അവരുടെ പുതിയ പുതിയ എക്സ്പീരിയൻസസ് പറഞ്ഞു. അവർക്ക് ഓരോ ഷൂട്ടിന്റെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കോൺസെപ്റ്റ് വളരെ പുതിയതായിട്ടായതുകൊണ്ട് നമുക്ക് അതിന് കുറച്ചും കൂടെ എഫേർട്സ് ഇട്ടു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു. ഡാൻസ് കൊറിയോഗ്രാഫേഴ്സിനെ കൊണ്ടുവന്നു. A2 എന്ന പേരിൽ പുറത്തിറക്കിയത്. ഇതിപ്പോ ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പോ തന്നെ അവര് കൊറിയോഗ്രാഫറും ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ അഭിനയവും ഡാൻസും ഒക്കെ, അതൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ ക്രയോൺസിന്റെ ടീം തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടും തന്നു. ഓരോ വിഷ്വൽസിനും അനുസരിച്ചുള്ള ഡാൻസ് ആയാലും അതിന്റെ അഭിനയം ഒക്കെ ആയാലും അവര് ഫുൾ സപ്പോർട്ടായിരുന്നു.
ഒരു തകവൽ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഒത്തിരി ആൽബംസും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു ആശയം എൻ്റെ അടുത്ത് നമ്മുടെ ഈ ക്രയോൺസ് മീഡിയ, അതിൽ ഈ പറഞ്ഞ പോലെ കലേഷ് അതുപോലെ തന്നെ അയ്യപ്പൻ, ഇവർ രണ്ടുപേരാണ് എൻ്റെ അടുത്ത് ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്. അപ്പോൾ നോർമലി ഇപ്പോൾ ഇതുപോലത്തെ ഒരു വെഡ്ഡിങ് വർക്ക് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് വർക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഹിറ്റായിട്ടുള്ളൊരു പാട്ടുകൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ പുതിയൊരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി 100% സിനിമാറ്റിക് ആവണം എന്നുള്ളൊരു ബ്രൈഡും ഗ്രൂമിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് വരെ ഇവർ ടൂർ പോലെ ഞങ്ങൾ പോയി. ജസ്റ്റ് ഒരു 2 ഫാമിലിയും തമ്മിൽ ഇവർക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായെന്നാണ് അവർ ഇത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അനുഭവം നമ്മുടെ അടുത്ത് പറഞ്ഞത്. കാര്യം 2 ഫാമിലി മെമ്പേഴ്സും കൂടി അടുക്കുന്ന ആ ഒരു സമയത്ത് അവർക്ക് വെഡ്ഡിങ്ങിന് മുന്നേ തന്നെ കൂടുതൽ ഇതാവാൻ പറ്റി, ഒന്നുകൂടെ അടുക്കാനും പറ്റി കാര്യങ്ങൾ. അങ്ങനെ അതും കൂടി ഇതിലുണ്ടായി എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു നമുക്ക്. അതെ അതെ അതെ. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോലെയാണ് പ്ലാൻ ചെയ്തത്. 4 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും എല്ലാവരും ഒരുമിച്ചായിട്ടാണ് പോയത്. അപ്പൊ തന്നെ ഒരു നമ്മൾ കൂടുതലായിട്ട് മിങ്കിളായി. വധുവായ ഡോക്ടർ ദേവികയും വരൻ ചന്തുവും കല്യാണം കഴിക്കുക മാത്രമല്ല മലയാളത്തിലേക്ക് ഒരു ഗാനം കൂടി സംഭാവനയും ചെയ്തു. നല്ലൊരു 4 days ആയിരുന്നു ലൈഫിൽ. ഒരു ഫിലിം ഷൂട്ടിംഗ്, ഇതൊക്കെ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനൊപ്പം തന്നെ ഈ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതുക, അത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യഥാർത്ഥ പ്രണയ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന കാഴ്ചകളും പുതുമയേറിയ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.